അപ്പോൾ എല്ലാവർക്കും ബ്രേസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് നമ്മൾ ഗാഡ്ജറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായില്ല. ഫുൾ കാർസിൻ്റെ ഒക്കെ പുറകിലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഗാഡ്ജറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽമെറ്റുകളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് ഇയർഫോണാണ് നമ്മുടെ ഹെൽമെറ്റിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത്ര ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, പുതിയ സാധനമൊന്നുമല്ല. അതായത് പല റേഞ്ചിൽ വരുന്നുണ്ട്. നമുക്ക് ഇൻ്റർകോമുള്ള സൈസ് വരുന്നുണ്ട്, അതല്ലാതെ ജസ്റ്റ് ബ്ലൂടൂത്ത് ആയിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ലോവസ്റ്റ് ബഡ്ജറ്റിൽ വരുന്ന ഒരു സാധനമുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മിക്സ്ഡ് റിവ്യൂസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിന് അവർ തന്നെ ഒരു സെല്ലർ തന്നെ ഒരു ഇത് ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1099, അതായത് 1100 ഒരു രൂപ കുറവ്. ഓക്കെ, അപ്പോൾ ലിങ്ക് തന്നെ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റിൽ നമ്മളൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുകയാണ്. കാര്യം ഇതിൻ്റെ പടത്തിൽ കാണിച്ചിരിക്കുന്ന ഹാഫ് ഫേസ് ഹെൽമെറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഈതറിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നൊക്കെ ഉള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒരു ക്വാളിറ്റി നോക്കാം. ഓടിക്കുമ്പോഴുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ വേണം. അപ്പോൾ അതെന്തായാലും കുറച്ച് ടൈം എടുക്കും. ഓടിക്കുമ്പോൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി റിസ്ക്കിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ സീലും കാര്യങ്ങളൊന്നും ഇല്ല, താഴേന്ന് ജസ്റ്റ് വലിച്ച് കഴിഞ്ഞ് തുറക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി റംബിൾഡ് ആയിട്ടാണ് വന്നത്. കാര്യം ഇതിൻ്റെ പുറമേ ഒരു നോർമൽ ഒരു കവറിങ് മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തുറക്കാം. തുറന്നു കഴിയുമ്പോൾ ഇതിനകത്തുണ്ട് സാധനം, അപ്പോൾ നമുക്ക് വലിച്ച് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്, മൈക്രോ USB. അതുപോലെ തന്നെ ഇത് ഡിറ്റാച്ച് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാര്യം ഇത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മളൊരു പവർ ബാങ്ക് കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഈ ഒരു പ്രൈസ് പോയിന്റ് അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ചാർജിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ഇതിലെല്ലാത്തിലും വയർലെസ് ഇയർഫോൺ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇൻസ്റ്റാളേഷൻ എന്നുള്ള കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഹെൽമെറ്റിന് അനുസരിച്ചിരിക്കും. ഹെൽമെറ്റിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് എടുക്കുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവി വെക്കുന്ന ഭാഗം കണ്ടോ. ഈ ചെവി വെക്കുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു ഹോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ക്യാമറ ഫോക്കസിൽ കാണുമെന്ന് അറിയാൻ പാടില്ല. ഇവിടെ ഒരു ഹോളാണ് കണ്ടോ. ഈ ഒരു നമ്മുടെ ഇയർ വരുന്നിടത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലായിരിക്കും നമ്മുടെ ഈ ഒരു ഇത് വരുന്നത്. ഓക്കെ, ഈ രണ്ട് സാധനങ്ങൾ വരുന്നത്. അതിൽ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ വേണ്ടി പാടില്ല. ലെഫ്റ്റ് റൈറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അതൊന്നും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ വെച്ചാലും കണക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അതേ ഉള്ള സംഭവം. പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇതുണ്ട്, സ്റ്റിക്കറുണ്ട്, വെൽക്രോ സ്റ്റിക്കറാണ്. നമ്മുടെ ഇതിൻ്റെ ഹെൽമെറ്റിൻ്റെ രണ്ട് സൈഡിലേക്ക് ഒട്ടിക്കും. ഇതിൻ്റെ പുറകിലും വെൽക്രോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഊരെ എടുക്കാനും പറ്റും. 3-4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഇത് പോവും, സ്റ്റിക്കിങ് പോവും വെൽക്രോടെ. അത് കഴിയുമ്പോൾ കയ്യിൽ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ബ്രാൻഡിങ് ഉണ്ട്, RP റേസിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതായിരിക്കും സംഭവം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ മൈക്രോ USB ചാർജിങ് കേബിൾ വരുന്നത്. ഇവിടെ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൂടാതെ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, അവിടെയാണ് മൈക്ക് വരുന്നത്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫും വാട്ടർ റെസിസ്റ്റൻസും ഒന്നും അല്ല. കൺട്രോൾസ് വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഇതിനകത്താണ് 3 കൺട്രോൾസും വരുന്നത്. നമുക്ക് പ്ലസും മൈനസും ഉണ്ട്. അതിന് നെക്സ്റ്റും പ്രീവിയസും തോന്നുന്നു. ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഫോണിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഹെൽമെറ്റിലൊന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയുള്ള. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ അസംബിൾ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചാർജിങ്ങിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർജിങ് ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂറായിട്ടാണ് ഏകദേശം പറയുന്നത്. ടൈം പറയുന്നത് ബാക്കപ്പ് നമുക്ക് പറയുന്നത് 4 to 5 മണിക്കൂറായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 to 4 മണിക്കൂർ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അറിയാൻ പാടില്ല. ഈ ഒരു പ്രൈസ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എത്രത്തോളം എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ലെഫ്റ്റും റൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് മനസ്സിലാവാണ്ടാണ്. നമുക്ക് ഇതിനകത്ത് വേറെ ഇൻഡിക്കേഷൻ ഒന്നും ഉണ്ടായില്ല. നമ്മുടെ പടത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ, ഇവിടെയാണ് ലെഫ്റ്റ് വരുന്നത്. ഇതാണ് ലെഫ്റ്റ്, ഇത് റൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഈ രണ്ട് ഇത് നമ്മുടെ ഈ ഹെൽമെറ്റിൻ്റെ പുറകിൽ അറ്റാച്ച് ചെയ്യണം. അതാണ് ഇനി ആകെപ്പാടുള്ള ഒരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽമെറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുക കണ്ടോ. ഈ ഒരു ഹോൾ ഉണ്ടാവും നോക്കാം നമ്മുടെ ഹെൽമെറ്റ്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് മൗണ്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. തട്ടിക്കൂട്ട് പരിപാടി എന്നുള്ള കാണിക്കാൻ വേണ്ടി നോക്കാം. രണ്ട് സൈഡിൽ അതുപോലെ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ സാധനം നമുക്ക് ഇങ്ങനെ കണ്ടോ, ഇവിടെ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും കണ്ടോ. കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് വയർ വേണമെങ്കിൽ പൊക്കത്തൂടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിടാൻ വേണ്ടി പറ്റും.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് മൗണ്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹെൽമെറ്റിൽ. നമ്മളിപ്പോൾ തട്ടിക്കൂട്ട് മൗണ്ടിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടേ അറിയാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് 2 ഹോൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു സ്പീക്കർ വെച്ചിരിക്കുന്നത്, ഇവിടെ തന്നെ ആയിട്ട്. അതുപോലെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട് കേട്ടോ. അവിടെയായിട്ട് നമ്മൾ രണ്ടാമത്തെ സ്പീക്കറും വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം, ഈ ഒരു മൈക്കിൻ്റെ സാധനം പറയേണ്ടത് ഇവിടെ കറക്റ്റ് നേരെ ഇവിടെ ആയിട്ട് തന്നെ. നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റുമായിരിക്കും. ലൈറ്റ് കറക്റ്റ് ആയാലും അറിയാൻ പറ്റില്ല. ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷനിൽ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഈ ഒരു വയർ ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അവിടെ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വല്ലതും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, അതല്ല സാധാരണ പോലെ വെക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ വരുമ്പോൾ നമ്മുടെ കറക്റ്റ് ഇവിടെ വന്ന് നിൽക്കും. ഇതിപ്പോൾ ഹാഫ് ഫേസ് ഹെൽമെറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് ഇത് തൂങ്ങിക്കിടക്കും. അപ്പോൾ അത് വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പൊക്കത്ത് കൂടെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ നേരത്ത് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഇരുന്നോളും. കൺട്രോൾസ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ നടുക്ക് കാണുന്ന ഈ ഒരു ബട്ടൺ നോക്കി കഴിഞ്ഞാലാണ് ഓൺ ആവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വോളിയം പ്ലസും മൈനസും ഉണ്ട്. അതായത് ഓരോ പ്രാവശ്യം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാട്ടാണ് കേൾക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രാക്ക് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും. അതുപോലെ നെക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം അപ്പിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വോളിയം കൂടും, ഡൗണിലാണെന്നുണ്ടെങ്കിൽ വോളിയം കുറയും. ഓക്കെ, അപ്പോൾ സംഭവം നമ്മളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പാട്ടൊക്കെ ആയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സ്പീക്കർ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സ്പീക്കർ ക്വാളിറ്റി പക്ഷേ പോരാ. അതായത് ഒരു 60% മേലെ നമ്മൾ വോളിയം ഇടുമ്പോൾ തന്നെ ഒരു കരകരപ്പ് വരും, ക്രാക്കിംഗ് സൗണ്ട് വരും. അത് വോളിയം കൂട്ടും തോറും കരകരകരാന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത്ര സുഖമില്ല ഓവറോൾ പറയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കില്ല. പുറത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴൊന്നും നോക്കിയില്ല. നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് നോക്കി. അതായത് ആ ഒരു 60% താഴെയാണ് സൗണ്ട് കിട്ടണം, വോളി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. ചെറിയ രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ടോ അല്ലെങ്കിൽ കോൾ എടുക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. മൈക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഓഡിയോ ക്വാളിറ്റി കേട്ടപ്പോഴത്തേക്കും തന്നെ എന്താ പറയുന്നത്, ഒരു സുഖമില്ലാത്ത പോലെയൊക്കെ തോന്നി. കാര്യം സംഭവം ഹെൽമെറ്റിൻ്റെ ഒരു ആക്സസറി ആണെങ്കിൽ പോലും 1100 രൂപ അടുത്ത് വന്നു ഇത് തന്നെ. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നോർമൽ ആ ഒരു പ്രൈസ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ നല്ല ഇയർഫോൺസ് നമുക്ക് വേറെയും കിട്ടും. പക്ഷേ നമ്മൾ ഡ്രൈവിംഗ് സമയത്ത് നമ്മുടെ ചെവി അടയാതിരിക്കാൻ നോക്കുക. ഇന്നിയറൊന്നും നമുക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം പുറത്തുനിന്നുള്ള സൗണ്ടുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് മൗണ്ടഡ് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു സാധനത്തിന് പേഴ്സണലി നമുക്ക് അത്ര അങ്ങോട്ട് പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒന്നാമത്തെ കാര്യം സേഫ്റ്റി കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെയാണ്. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പാട്ടൊക്കെ ആയിട്ട് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നല്ല, റോഡ് പ്രശ്നത്തെ അത്രയും ശ്രദ്ധിക്കില്ല. നമ്മൾ കാറ് പോലെയല്ല, ഒരു ചെറിയൊരു പാളിച്ച മതി താഴത്തേക്ക് വീഴാൻ വേണ്ടിയിട്ട്, റിസ്ക് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അതുകൊണ്ടിട്ട് ഇതിന് അത്ര അങ്ങനെ ക്വാളിറ്റി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല, ബാസും കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല. സാധാരണ ഒരു നോർമൽ ഫോണിൻ്റെ സ്പീക്കർ ഇട്ടിട്ട് ചെവിയുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ സൗണ്ട് ഏകദേശം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തായാലും കൂടുതൽ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് ഒരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാവും. അപ്പോൾ പറയാം ഇത് വേർത്തിട്ടാണോ അല്ലയോ എന്നുള്ളത്. ഫസ്റ്റ് ഇംപ്രഷനിൽ അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് നല്ല ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്സഡ് റിവ്യൂസാണ്. റിവ്യൂസിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഈ സൗണ്ടിലുള്ള കരകരപ്പിനെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.